PRE4D ഒരു കമ്മിറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ്. നമ്മൾക്ക് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ പേഷ്യന്റിന് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നില്ല, ബന്ധുമിത്രാദികൾ ആരുമില്ല എന്നുള്ള കേസിൽ ഡോക്ടർക്ക് ആ പേഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രൊസീജിയർ ചെയ്യാം. ഈ കൺസേൺ ലെറ്ററിനെ കുറിച്ചൊക്കെ ഇത്രയൊക്കെ പറയുമ്പോഴും അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ സർജറി ചെയ്തില്ല, ജീവൻ രക്ഷിച്ചില്ല എന്ന് പറയാനൊരു എക്സ്ക്യൂസ് ഒന്നുമല്ല. നമ്മുടെ ഡോക്ടേഴ്സിന് റൈറ്റ് ഉണ്ട്. അവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല പേഷ്യൻറ്റിന്, അവരുടെ ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ടവർ ആരും അവിടെ അവൈലബിൾ അല്ല. ഞാൻ ഒരു ഡെമോ കൊടുക്കാൻ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ റോഡ് ആക്സിഡൻറ്റിന് സാക്ഷിയായി. അവിടുന്ന് ഒരു പേഷ്യൻറ്റിനെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ ഡോക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിക്ക് കയറ്റി ആ പേഷ്യൻറ്റിനെ, കാരണം ജീവൻ രക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്പറൊക്കെ സംഘടിപ്പിച്ചവരുടെ വീട്ടുകാരെ വിളിച്ച് അവർ വരാൻ 2-3 മണിക്കൂർ ഡിലേ ഉണ്ട്, അത്രയും ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. കാര്യം പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് സർജറി സ്റ്റാർട്ട് ചെയ്തു. ജീവൻ രക്ഷിക്കുന്ന സാഹചര്യങ്ങളിൽ കൺസേൺ ലെറ്റർ ഇല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് ആ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ ഒരു പേഷ്യൻ്റ് കോൺഷ്യസ് ആയിരിക്കുകയും നിയമപരമായി അയാൾക്ക് തീരുമാനമെടുക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കുകയും പീഡിയാട്രിക് അല്ലാതിരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ആ പേഷ്യൻ്റ് തന്നെയാണ് കൺസേൺ ലെറ്റർ ഒപ്പിടേണ്ട ആൾ. അദ്ദേഹത്തോട് തന്നെയാണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു ലെറ്റർ സൈൻ ചെയ്യാനുള്ള ബോധാവസ്ഥ ഇല്ല, പ്രതിസന്ധിയിലാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത ബന്ധു, അത് അച്ഛനാകാം, മക്കളാകാം, ആ ഓരോരുത്തരുടെയും ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റിലേറ്റീവ്, ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ആ കൺസേൺ ലെറ്റർ ഒപ്പിടേണ്ടത്. അത് അവർക്ക് അത്തരത്തിലൊരു കൺസേൺ ലെറ്റർ ഒപ്പിടാനുള്ള സാഹചര്യം ഇല്ല, കോൺഷ്യസ് അല്ല, ബന്ധുക്കളാണ് കൂടുതലുള്ള, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഇൻഫോംഡ് കൺസേൺ ലെറ്ററിനെ കുറിച്ച് നമ്മൾ വളരെ കൃത്യമായ ചില ധാരണകളാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ഒരു ഡോക്യുമെൻറ്റേഷൻ കൂടെ ഉണ്ടാവണം. PRE4D ദ ഓർഗനൈസേഷൻ ഡിസ്ക്രൈബ്സ്, വിശദീകരിച്ചിട്ടുണ്ടാവണം. Who can give consent when a patient is unacceptable of independent decision making and implement the same. നമുക്കൊരു പേഷ്യൻറ്റിന് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത സമയത്ത്, അതിൽ ഏത് സാഹചര്യത്തിലാണ് ഡോക്ടർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ ബന്ധുക്കൾ എപ്പോഴാണ് തീരുമാനമെടുക്കേണ്ടത്, അതിനെക്കുറിച്ച് നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്യുമെൻ്റ് ഉണ്ടോ ചെക്ക് ചെയ്യൂ. ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്നേ NABHന് വേണ്ടി മാത്രമല്ല, നമ്മുടെയൊക്കെ സുരക്ഷിതത്വത്തിന് അത് ആവശ്യമാണ്. സോ ഇൻഫോംഡ് കൺസേൺ എപ്പോഴാണ് വാങ്ങേണ്ടത്, എങ്ങനെയാണ് വാങ്ങേണ്ടത്, പേഷ്യൻറ്റിൻ്റെ കോൺഷ്യസ്നെസ് ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ബന്ധുമിത്രാദികളും കൂടി ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് വ്യക്തമായൊരു ഡോക്യുമെൻ്റ് ഉണ്ടാവണം. PRE4D കമ്മിറ്റ്മെൻ്റ് ആണ്.